ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ നാളത്തെ എക്സാം ആയിട്ടുള്ള സോഷ്യൽ സയൻസിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അതിനു മുൻപേ ആയിട്ട് നമ്മുടെ ചാനൽ ഒരു പുതിയ ചാനലാണ്. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങളാണ് ഈ ഒരു ചോദ്യ പേപ്പറിൽ വന്നിട്ടുള്ളതെന്ന് നോക്കാം. ആക്ടിവിറ്റി 1, ലുക്ക് അറ്റ് ദി പിക്ചർ. നിങ്ങൾക്കിവിടെ ഒരു മാപ്പിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്, അത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങളുടെ 5ാമത്തെ പാഠം ഡ്രോ ആൻഡ് റൈറ്റ് എന്നുള്ള പാഠവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. എ ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു ഫൈൻഡ് ദി ഡയറക്ഷൻ ഓൺ ദി മാപ്പ് ഹാങ്ങിങ് ഓൺ ദി വാളിൽ ചുമരിൽ തൂക്കിയിട്ട് മാപ്പിൻ്റെ ഡയറക്ഷൻസ് എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ വാളിൽ തൂക്കിയിട്ട മാപ്സിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്കൊരു സൈന് കാണാം. ആ ഒരു സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നോർത്ത് ആണെന്നാണ്, ആ ഡയറക്ഷന് നോർത്ത് ഡയറക്ഷൻ ആണെന്നാണ്. സോ നമുക്ക് മനസ്സിലാവും നോർത്താണ്. അതിൻ്റെ ബോട്ടത്തിൽ വരുന്നതാണ് സൗത്ത്, റൈറ്റിൽ വരുന്നതാണ് വെസ്റ്റ്, ലെഫ്റ്റിൽ വരുന്നതാണ് ഈസ്റ്റ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിക്ചറിലുള്ള ഈ റെഡ് ആരോ ആണ് നോർത്ത് ഡയറക്ഷനെ സൂചിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത്. സോ ഈ ഡയറക്ഷനിലിട്ട് ഇവിടെ നോർത്താണ്, നോർത്ത്. ഇനി ബോട്ടത്തിൽ സൗത്താണ്, റൈറ്റിൽ വെസ്റ്റ് ആണ്, ലെഫ്റ്റിൽ ഈസ്റ്റ് ആണ്. അതൊക്കെ ഇവിടെ എഴുതി കൊടുക്കുക. അടുത്തത് ബി ക്വസ്റ്റ്യൻ, നെയിം എ ഡിവൈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദി ഡയറക്ഷൻ. ഡയറക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചത്. ആൻസർ കോമ്പസ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 69ാമത്തെ പേജിൽ ഒരു ബോക്സിലാക്കിയിട്ട് പറയുന്നുണ്ട്. സോ ആൻസർ കോമ്പസ്. ആക്ടിവിറ്റി 2, ഫിൽ ഇൻ ദി മിസ്സിംഗ് പാർട്സ്. ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ മിസ്സായത് എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വേരിയസ് സ്റ്റേജസ് ഓഫ് ഇലക്ഷൻസിൻ്റെ വ്യത്യസ്ത സ്റ്റേജുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ അപ്പോയിൻമെൻറ്റ് ഓഫ് ഇലക്ഷൻ ഓഫീസേഴ്സ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് തന്നിട്ടുണ്ട്, ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ. 3ാമത്തത് ബ്ലാങ്ക് ആണ്. 4ാമത്തത് സെക്യൂരിറ്റി ഓഫ് നോമിനേഷൻ. 5ാമത്തത് വിത്ഡ്രോവൽ ഓഫ് നോമിനേഷൻ. 6ാമത്തത് ഇലക്ഷൻ ക്യാമ്പയിൻ. 7ാമത്തതും ബ്ലാങ്ക് ആണ്. 8ാമത്തത് കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്. ഇത് നിങ്ങളുടെ 6ാമത്തെ പാഠത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ളതാണ്. 92ാമത്തെ പേജിൽ കൃത്യമായിട്ട് വേരിയസ് സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടാണ് ചോദിച്ചത്. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് സ്റ്റേജസ് ഓഫ് ഇലക്ഷന് എഴുതാൻ വേണ്ടിയിട്ട് പറയാം. ഇതിലെ ഓരോ സ്റ്റേജസും നിങ്ങൾ പഠിച്ചിരിക്കണം. ആദ്യത്തേത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഇലക്ഷൻ ഓഫീസേഴ്സ്. ഇലക്ഷൻ ഓഫീസേഴ്സിനെ നിയമിക്കുക. ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ. 3ാമത്തത് സബ്മിഷൻ ഓഫ് നോമിനേഷൻ ആണ്. 4ാമത്തത് സെക്യൂരിറ്റി ഓഫ് നോമിനേഷൻ. നമുക്ക് 3ാമത്തത് തന്നിട്ടില്ലായിരുന്നു, അതവിടെ എഴുതി കൊടുക്കുക. ഇനി 5ാമത്തത് വിത്ഡ്രോവൽ ഓഫ് നോമിനേഷൻ. 6ാമത്തത് ഇലക്ഷൻ ക്യാമ്പയിൻ. 7ാമത്തത് തന്നിട്ടില്ലായിരുന്നു, അത് പോളിംഗ് ആണ്. 8ാമത്തത് കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്. ഇത് ഈ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ബി ക്വസ്റ്റ്യന്, ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ. റൈറ്റ് എനി 3 ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ. ഇലക്ഷൻ്റെ 3 ഫങ്ഷൻസ് നിങ്ങളെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. അതും ഈ 6ാമത്തെ പാഠത്തിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. 92ാമത്തെ പേജിൽ ലാസ്റ്റിലേക്ക് പറയുന്നുണ്ട്. ഇവിടെ 5 ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻസ് ആണ് പറയുന്നത്. ഈ 5 പോയിന്റും തന്നെ പഠിച്ചിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻസ് മാത്രമായിട്ടൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. സോ അപ്പോൾ നിങ്ങൾക്ക് 5 പോയിന്റ് എഴുതിയാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ഇവിടെ എഡ്യൂക്കേറ്റ്സ് വോട്ടേഴ്സ്, സ്ട്രെങ്തൻസ് ഡെമോക്രസി, റൂളേഴ്സ് ആർ മൗൾഡഡ്, ഓൾ ആർ റെപ്രസെൻറ്റഡ്, ഗവൺമെൻറ്റ്സ് ആർ ഫോംഡ്. ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻസ് വരുന്നത്. അടുത്തത് ആക്ടിവിറ്റി 3, ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ദാറ്റ് ഷോ സം ഓഫ് ചേഞ്ചസ് ദാറ്റ് ദി ഇൻവെൻഷൻ ഓഫ് വീൽ ബ്രോട്ട് ടു ഹ്യൂമൻ ലൈഫ്. നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള ചിത്രത്തിൽ കാണിക്കുന്നത് ഈ വീൽസിൻ്റെ കണ്ടുപിടുത്തം കൊണ്ട് ഹ്യൂമൻ ലൈഫിൽ വന്ന മാറ്റങ്ങളാണ്. ഇനി എ ക്വസ്റ്റ്യൻ, വാട്ട് അതർ ചേഞ്ചസ് ഹാവ് ഒക്കേർഡ് ഇൻ ഹ്യൂമൻ ലൈഫ് വിത്ത് ദി അഡ്വെൻറ്റ് ഓഫ് വീൽ. വീലിൻ്റെ കണ്ടുപിടുത്തം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നതെന്ന് ഒരു പ്രിപ്പയർ എ നോട്ട്, ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങളെടുത്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ചുരുങ്ങിയത് നിങ്ങൾ 4 പോയിന്റ്സ് എങ്കിലും ഇതിൽ ഇൻക്ലൂഡ് ആക്കണം. ഇത് 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഇൻവെൻഷൻ ഓഫ് വീൽ ബ്രോട്ട് മെനി ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ്. വീലിൻ്റെ കണ്ടുപിടുത്തം മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു ലെസ് വർക്കിൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു. ട്രാവൽ ബിക്കം മോർ ഈസിയർ ആൻഡ് ഫാസ്റ്റർ. യാത്ര എന്താണ് കുറേ എളുപ്പമുള്ളതും നല്ല ഫാസ്റ്ററും ആയി. ലോങ്ങർ ഡിസ്റ്റൻസ് കുഡ് ബി കവേർഡ് ഇൻ ഷോർട്ട് ടൈം. നമുക്ക് കുറേ ദൂരം ചുരുങ്ങിയ സമയത്തിൽ യാത്ര ചെയ്യാൻ പറ്റി. മോർ ഗുഡ്സ് കുഡ് ബി ക്യാരിഡ്. നമുക്ക് വീൽസ് അതായത് ഉള്ളത് കൊണ്ട് വാഹനത്തിലും അല്ലാതെയൊക്കെ വെച്ചിട്ട് എന്താണ് കുറേ ഗുഡ്സ് നമ്മൾ മനുഷ്യൻ്റെ ദേഹത്ത് വെച്ച് മനുഷ്യൻ ചുമന്നതിനെക്കാട്ടിലും കൂടുതൽ ഗുഡ്സ് എന്താണ് നമുക്ക് ഇങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റി. ഇവിടെ നമ്മൾ 4 പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ടാണ് ആൻസർ എഴുതിയത്. ഓക്കെ, നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. ഇതും 7ാമത്തെ പാഠവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ലിസ്റ്റ് ദി 3 മേജർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. ആ പാഠത്തിൽ മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് എന്താണ് ട്രാൻസ്പോർട്ട് പറയുന്നുണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വി യൂസ്ഡ് ടുഡേ. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന 3 മെയിനായിട്ടുള്ള ട്രാൻസ്പോർട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഗിവ് എക്സാമ്പിൾസ് ഓഫ് ഈച്ച്. ഓരോന്നിനും എക്സാമ്പിൾസും എഴുതുക. ഈ ഒരു ഫ്ലോ ചാർട്ട് ശ്രദ്ധിച്ച് ഇതിൽ 3 ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് പറയുന്നുണ്ട്. ലാൻഡ് ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്, എയർ ട്രാൻസ്പോർട്ട്. സോ നമ്മളെടുത്ത് 3 ട്രാൻസ്പോർട്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് 3ഉമാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്ക് ഓരോന്നിനും എക്സാമ്പിൾസും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ലാൻഡ് ട്രാൻസ്പോർട്ടിന് റോഡ് ട്രാൻസ്പോർട്ട് എഴുതാം, വാട്ടർ ട്രാൻസ്പോർട്ടിന് സീ ട്രാൻസ്പോർട്ട്, എയർ ട്രാൻസ്പോർട്ട് നാഷണൽ എയർ ട്രാൻസ്പോർട്ട്. ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അതൊക്കെ പഠിച്ചിരിക്കുക. നിങ്ങളുടെ എക്സാമിന് മേ ബി 2 അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട് എഴുതുക, അല്ലെങ്കിൽ റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ 2 അഡ്വാൻറ്റേജസ് എഴുതുക എന്നൊക്കെ ചോദിച്ചേക്കാം. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ. വിച്ച് കൺട്രി ഹാസ് ദി സെക്കൻഡ് ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്ക് ഇൻ ദി വേൾഡ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വേൾഡിലെ ഏത് കൺട്രിക്കാണ് ഏറ്റവും കൂടുതൽ റോഡ് നെറ്റ്വർക്ക് ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് എ ചൈന, ഇന്ത്യ, ഇംഗ്ലണ്ട്, ജർമ്മനി. ആൻസർ ഇന്ത്യ ആണ്. ഇന്ത്യക്കാണ് കൂടുതൽ റോഡ് നെറ്റ്വർക്ക് ഉള്ളത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഡെമോക്രസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട്. അതിൽ ചില പോയിന്റ്സ് എന്താണ് ബ്ലാങ്ക് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അവിടെ നിങ്ങളെടുത്ത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ എക്സാമിന് മേ ബി ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ഡെമോക്രസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ തന്നെ ചോദിച്ചേക്കാം. സോ നിങ്ങൾ ഡെമോക്രസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിരിക്കണം. ഇതിൻ്റെ ആൻസറും നിങ്ങളുടെ 6ാമത്തെ പാഠത്തിൽ പേജ് നമ്പർ 90 പറയുന്നുണ്ട്. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. ദ സുപ്രീം പവർ ബിലോങ്സ് ടു ദി പീപ്പിൾ. ഇതിൽ ഡെമോക്രസിയിൽ ആർക്കാണ് ഏറ്റവും പവർ ഉണ്ടാവുക? പീപ്പിൾ, ആൾക്കാർക്കാണ്, ജനങ്ങൾക്കാണ് പവർ ഉള്ളത്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ആണ്. ഫ്രീ ആൻഡ് സത്യസന്ധമായിട്ടുള്ള ഇലക്ഷൻസ് ആണ്. ദ റൂൾ ഓഫ് ലോ എൻഷുവേഴ്സ് ഇക്വാലിറ്റി ബിഫോർ ലോ. നിയമത്തിൻ്റെ മുന്നിൽ എന്താണ്? എല്ലാവരും ഇക്വാലിറ്റിയാണ്, തുല്യരാണ്. ഇൻഡിപെൻഡൻറ്റ് മീഡിയ ദാറ്റ് ഹെൽപ്പ് ടു കണക്ട് ദി പീപ്പിൾ ആൻഡ് ദി ഗവൺമെൻറ്. ഇത് ജനങ്ങളും ഗവൺമെൻറ്റും തമ്മിൽ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയയാണ്. നെക്സ്റ്റ് പോയിന്റ് എഴുതാം. ആൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി. പിന്നെ ശക്തമായിട്ടുള്ള പ്രതിപക്ഷം ഗവൺമെൻറ്റിനെ തെറ്റുകളെ തിരുത്താൻ സഹായിക്കുന്നു. പിന്നെ ആൻ ഓപ്പോസിഷൻ ഹെൽപ്പിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് ദി ഗവൺമെൻറ് ത്രൂ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസം. ജനങ്ങളും സർക്കാരും തമ്മിലുള്ള ബന്ധം നിലനിർത്താൻ സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും പോയിന്റ്സ് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. വാട്ട് ഈസ് ഡെമോക്രസി? ഡെമോക്രസി എന്നാൽ എന്താണെന്നും പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 5. ദി പിക്ചർ ഷോസ് വൺ ഓഫ് ദി മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂസ്ഡ് കിങ്സ് ഇൻ ദി ആൻഷ്യൻറ്റ് ടൈംസ് ടു കൺവേ ദി ന്യൂസ് ആൻഡ് മെസ്സേജസ് ടു ദി പബ്ലിക്. ഈ പിക്ചറിൽ കാണിക്കുന്നത് പണ്ട് രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്ത് അവർ ജനങ്ങളോട് എങ്ങനെയാണ് അവരുടെ ആശയങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അറിയിച്ചിരുന്നത് എന്നാണ്. എന്താണ് ഇവിടെ ഒരാൾ ജനങ്ങളൊക്കെ കൂടി നിൽക്കുന്നുണ്ട്, 2 ആൾക്കാർ വന്ന് സന്ദേശം വായിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നമ്മുടെ ക്വസ്റ്റ്യന് വാട്ട് ആർ ദി മെത്തേഡ്സ് യൂസ്ഡ് ബൈ ഏർലി ഹ്യൂമൻസ് ടു കമ്മ്യൂണിക്കേറ്റ് ഐഡിയാസ്? പണ്ടുള്ള ആൾക്കാർ ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഐഡിയാസ് ആണ് ഉപയോഗിച്ചിരുന്നത്? നമുക്ക് എഴുതാം ബോഡി ഫേഷ്യൽ എക്സ്പ്രഷൻസ്. പിന്നെ എന്താണ്? മുഖത്തുള്ള ഭാവങ്ങൾ വെച്ചിട്ടാണ് അവർ ആശയവിനിമയം നടത്തിയിരുന്നത്. പിന്നെ നമുക്ക് എഴുതാം ഫയർ ആൻഡ് സ്മോക്ക്. എന്താണ്? തീയും പുകയും ഒക്കെ വെച്ചിട്ട് അവർ ആശയവിനിമയം നടത്തിയിരുന്നു. പിന്നെ നമുക്ക് എഴുതാൻ പറ്റിയൊരു പോയിന്റാണ് സിംബൽസ്.
ഇതൊക്കെ നിങ്ങളുടെ 7ാമത്തെ പാഠത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. ആ ചാപ്റ്ററിൻ്റെ വീഡിയോ വേണ്ടവർ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് സ്റ്റാൻഡേർഡ് 5 സോഷ്യൽ സയൻസ് നോക്കിയാൽ കാണാവുന്നതാണ്. ബി ക്വസ്റ്റ്യൻ ദ സ്ക്രിപ്റ്റ് ഡെവലപ്ഡ് ബൈ ദി സുമേരിയൻസ് ഈസ് നോൺ ആസ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി യൂണിഫോം ആണ്. സി ക്വസ്റ്റ്യൻ വാട്ട് ആർ ദി മെത്തേഡ്സ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് ന്യൂസ് ആൻഡ് മെസ്സേജസ് ഇൻ മോഡേൺ ടൈംസ്. ഇപ്പോഴത്തെ സമയത്ത് മോഡേൺ ടൈംസിൽ നമ്മൾ ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചത്. സിമ്പിൾ ആണല്ലേ. എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഫോൺ, ടെലിവിഷൻസ്, ലെറ്റർ, ന്യൂസ് പേപ്പർ. പണ്ട് കാലത്ത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്നത് എന്നും പഠിച്ചു വെക്കുക. ഇപ്പോൾ മോഡേൺ ടൈംസിൽ എങ്ങനെയാണെന്നും പഠിച്ചു വെക്കുക. ആക്ടിവിറ്റി 6 ഒബ്സർവ് ദി പിക്ചർ ആൻഡ് ഫൈൻഡ് ദി ആൻസേഴ്സ് ടു ദി ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. താഴെ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ ചിത്രം നിരീക്ഷിച്ച് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് മാപ്പിൻ്റെ ചിത്രമാണല്ലേ തന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് 5 ചോദ്യങ്ങൾ താഴെ ചോദിച്ചിട്ടുണ്ട്. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതമാണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1 ദ സീ ടു ദി ഈസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഈസ്റ്റ് ഭാഗത്തുള്ള സീ ഏതാണ്? ദ ബേ ഓഫ് ബംഗാൾ ആണ് ആൻസർ വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ സീ ടു ദി വെസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വെസ്റ്റിലുള്ള സീ ആണ് ചോദിച്ചിട്ടുള്ളത്. അത് അറേബ്യൻ സീ ആണ്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം എ നൈബറിംഗ് കൺട്രി ടു ദി സൗത്ത് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സൗത്തിലുള്ള അടുത്ത കൺട്രി ഏതാണെന്നാണ് ചോദിച്ചത്. ആൻസർ ശ്രീലങ്കയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ദി സൗത്തേൺ മോസ്റ്റ് യൂണിയൻ ടെറിറ്ററി ഓഫ് ഇന്ത്യ. ആൻസർ മാഹിയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇൻ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ ഈസ് അരുണാചൽ പ്രദേശ് ലൊക്കേറ്റഡ്. നോർത്ത് ഈസ്റ്റേൺ പാർട്ടാണ്. നിങ്ങൾക്കും ഇങ്ങനെ മാപ്പ് തന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാവുന്നതാണ്. സോ നിങ്ങൾ മാപ്പിൻ്റെ എവിടെയാണ് സി കാര്യങ്ങളൊക്കെ ഏത് സൈഡിലേക്കാണ് വരുന്നത് ഏതാണെന്നൊക്കെ പഠിച്ച് വെക്കുക, നോക്കി വെക്കുക. ഇനി അടുത്തത് ആക്ടിവിറ്റി 7 ഒബ്സർവ് ദി ഔട്ട്ലൈൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് ഇൻ കേരള. കേരളയിലുള്ള ഒരു വില്ലേജ് പഞ്ചായത്തിലെ ഔട്ട്ലൈൻ ആണ് താഴെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അത് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ 1 ഫൈൻഡ് ഔട്ട് വാട്ട് ദി ഗിവൺ ഇൻഡൈസസ് ഇൻഡിക്കേറ്റ് ഓൺ ദി മാപ്പ്. ഈ ചിത്രത്തിൽ തന്നിട്ടുള്ള ഓരോന്നും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഇത് നിങ്ങളുടെ 8ാമത്തെ പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇതൊക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഇതിൻ്റെ ഉത്തരം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 134ാമത്തെ പേജിൽ തന്നിട്ടുണ്ട്. ഇങ്ങനെ കട്ടായിട്ടുള്ള ലൈൻസ് ആണെങ്കിൽ അത് ഡിസ്ട്രിക്ട് ബൗണ്ടറി ആണ്. രണ്ടാമത്തേത് പഞ്ചായത്ത് ബൗണ്ടറി ആണ്. ഇനി റെയിൽവേ ലൈന്, റിവർ, ഇതിൻ്റെ ഒക്കെ ഓരോന്നിൻ്റെയും സിമ്പിൾ നിങ്ങൾ പഠിച്ചിരിക്കുക. ഇനി ബി ക്വസ്റ്റ്യൻ വിച്ച് മേജർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് റൺസ് പാരലൽ ടു ദി ഭാരതപ്പുഴ റിവർ. ഇത് നിങ്ങളുടെ സൂം ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചിത്രമാണ്. ഇവിടെ ഭാരതപ്പുഴ കണ്ടില്ലേ, അതിന് പാരലായിട്ട് പോകുന്ന മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഏതാണെന്നാണ്. അത് ഏതിൻ്റെ സിമ്പിളാണ്? റെയിൽവേ ആണ്. ആൻസർ റെയിൽവേ. ഇനി ലാസ്റ്റ് സി ക്വസ്റ്റ്യൻ ലിസ്റ്റ് 2 ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് യുവർ ഓൺ വില്ലേജ്. നമ്മുടെ വില്ലേജിൻ്റെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് 2 എഴുതാനാണ് പറഞ്ഞത്. ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയയിലെ നാച്ചുറൽ പാർട്ടുകൾ, നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണെന്നൊക്കെ പറയുന്നതിനാണ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ വില്ലേജിൻ്റെ ജിയോഗ്രഫിക്കൽ ഫീച്ചർ എഴുതാനാണ് പറഞ്ഞത്. നമുക്ക് എന്ത് എഴുതാം? വില്ലേജിൽ കൂടെ ഒരു റിവർ ഒഴുകുന്നു എന്ന് എഴുതാം. നമ്മുടെ അടുത്ത് പാഡി ഫീൽഡ് വയലുകൾ ഉണ്ടെന്ന് എഴുതാം. സോ ആ പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് എഴുതി ചേർക്കാവുന്നതാണ്. അങ്ങനത്തെ നാച്ചുറലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മളെ വില്ലേജിൽ എവിടെയാണെന്ന് പറയുന്നതിനാണ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ വില്ലേജിൻ്റെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് എഴുതിയിട്ടുള്ളത് എ റിവർ ഫ്ലോസ് ത്രൂ ദി വില്ലേജ്. വില്ലേജിൽ കൂടെ ഒരു റിവർ ഫ്ലോ ചെയ്യുന്നുണ്ട്. സറൗണ്ടഡ് ബൈ പാഡി ഫീൽഡ്സ് ആൻഡ് സ്മോൾ ഹിൽസ്. ചെറിയ വില്ലേജിൻ്റെ അടുത്തായിട്ട് പാഡി ഫീൽഡ്സും ചെറിയ കുന്നുകളും ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ മാത്സ് എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. ഓക്കെ, ദാറ്റ്സ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.